ഞങ്ങളുടെ ഈ ഇറങ്ങിപ്പോക്കിന് ഭഗവാനും കൂടി സാക്ഷിയാവട്ടെ. പോ. മാഡം, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോലീസുകാർ അവരുടെ അന്വേഷണം അവസാനിപ്പിച്ച നിലയിലാണ്. യെസ്, ACP ആയിട്ട് ഞാൻ സംസാരിച്ചു. എഴുതി തള്ളിക്കളയാൻ അവർക്ക് എളുപ്പമാണ്. എത്രയോ മിസ്സിംഗ് കേസ്, അക്കൂട്ടത്തിൽ ഒന്ന് മാത്രം. പക്ഷേ നമ്മൾ നമ്മുടെ അന്വേഷണം അവസാനിപ്പിക്കുന്നില്ല. സാധാരണ ഇത്തരം അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നടത്തുന്ന കേസിന്റെ വിജയം, അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല. അച്ഛൻ പോലും ഒപ്പമില്ലാതിരുന്ന ഒരു കുട്ടിക്കാലം എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ അമ്മയുടെ മുൻപിൽ സ്നേഹമായും സഹായമായും ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗായിക ശ്യാമ. ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉടമ അവരാണ്. എനിക്ക് അവരോട് വല്ലാത്ത കടപ്പാടുണ്ട്. അതൊരിക്കലും മറക്കാനും പറ്റില്ല. മാഡം പറഞ്ഞോളൂ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. മാഡം ഇത്ര കോൺഫിഡൻസോടെ ശ്യാമ മാഡം ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുമ്പോ അത് മുന്നോട്ട് പോവാനുള്ളൊരു ഊർജ്ജമാ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ വേണം. എത്രയോ കേസുകൾ പോലീസുകാർക്ക് മുമ്പ് നമ്മൾ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. ബെഞ്ചമിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. അയാളുടെ ബന്ധങ്ങൾ, അയാൾ പോകാൻ സാധ്യതയുള്ള റൂട്ട്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം വേണം. ബെഞ്ചമിൻ ഈ കാര്യത്തിൽ നിയോഗിച്ചത് ആര്, അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താ? ഈ രണ്ട് കാര്യത്തിലും നമ്മുടെ അന്വേഷണം തുടങ്ങാൻ പറ്റണം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു അത്ഭുതം പോലെ ജീവിച്ചിരിക്കുന്ന ശ്യാമയെ നമ്മൾ കാണും. ഒരുപക്ഷെ അപ്പോഴായിരിക്കും എന്റെ കടപ്പാടുകൾ ഞാൻ പൂർത്തിയാക്കുക. ഏറ്റെടുക്കുന്നതും നടത്താൻ പോകുന്നതും എന്റെ ജീവിതത്തിലെ വൈകാരികമായൊരു കേസാണ്. എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം അത് നടക്കും. നമ്മളെക്കൊണ്ടത് സാധിക്കും.